48 മണിക്കൂർ മുൻപ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. 48 മണിക്കൂർ മുൻപ് ഇതും ഇങ്ങനെ ആയിരുന്നില്ല. സംഭവം ശരിക്കും തുടങ്ങുന്നത് കുറെ കൂടി മുൻപാണ്. എനിക്കും ലോകത്തെ നന്നാക്കണമെന്ന തോന്നൽ വന്നു. ഈ തോന്നൽ വന്ന മറ്റുള്ളവരെ പോലെ ഒരു കൂട് മെഴുകുതിരി വാങ്ങി സന്ധ്യാനേരത്തെ ഏതെങ്കിലും നാൽക്കവലയിൽ പോയി കത്തിച്ചു പിടിച്ച് നിന്നാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് സിറ്റിസൺ ജേർണലിസ്റ്റ് ആവണമെന്നാണ് തോന്നിയത്. എന്തിനങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ കഷ്ടകാലത്തിന് തോന്നി, അല്ലാതെന്ത് പറയാനാണ്. ഞാനും ആദ്യം മുന്നം വെച്ചത് അഴിമതിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അഴിമതി അന്വേഷിച്ച് അലയേണ്ട കാര്യമില്ല. നാട്ടിലെ ഏറ്റവും വലിയ 2 അഴിമതിക്കാരോടൊപ്പമാണ് ഞാൻ പുറത്തിരുന്നത്. വാട്ടർ വർക്ക് സൂപ്രണ്ട് PS ശിവശങ്കരനും സർവകലാശാല സെക്ഷൻ ഓഫീസർ ശാന്ത നായരും, എൻ്റെ അച്ഛനും അമ്മയും. ഇനിയുള്ള കാലവും പൊറോട്ട നിന്ന് കിടക്കണമല്ലോ. അതുകൊണ്ട് വേറെ സ്റ്റോറികൾ തേടി ഞാൻ വീടിന് പുറത്തിറങ്ങി. അപ്പോഴാണ് ഈ രംഗത്തെ കോമ്പറ്റീഷൻ എത്ര കടുത്തതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു ഒറിജിനൽ സംഗതി കിട്ടാൻ ഞാൻ തല കുത്തി പ്രാർത്ഥിച്ചു. എത്രയോ സുന്ദര സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. ഏവനെങ്കിലും ക്ലോസ് ആവുന്ന മനോഹര ദൃശ്യങ്ങൾ ക്യാമറയ്ക്ക് മുൻപിൽ കിട്ടിയിരുന്നെങ്കിൽ. യാഥാർത്ഥ്യം സ്വപ്നങ്ങളെ പോലെ സുന്ദരമല്ലല്ലോ. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ആദ്യത്തെ സാധനത്തിൽ കൈവച്ചു: കടലമ്മയും മക്കളും. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമാ. പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഒന്നാമതായി അവർ സിറ്റിസൺ ജേർണലിസ്റ്റിന് മത്തിയുടെ വില പോലും കൽപ്പിച്ചില്ല. പിന്നെ അവർ സംസാരിക്കുന്നത് കറുത്തമ്മയോ അച്ചൂട്ടിയോ പോലല്ല. പിന്നെ എന്നാത്തിനാണ് ഞാൻ ഈ തൊളയെ ജീവിച്ചിരിക്കണത്? ഇത് കണ്ട തുഴ പിടിക്കണ തഴമ്പാണി. നീന്തലറിയാതെ കടലിൽ പോകുന്ന അപകടമാണ് മോനെ. കടലിൽ എന്ത് തേങ്ങ ഷൂട്ട് ചെയ്യാൻ? ഇവിടങ്ങളിലൊന്നും മലയാള സിനിമ റിലീസ് ചെയ്യാറില്ല. എന്തായാലും ഞാനൊന്നുറച്ചു. നടുക്കടലിൽ പോയി ഒരു കൊമ്പൻ സ്രാവിനെ ഞാൻ പിടിച്ചിരിക്കും ക്യാമറയിൽ. അതിനെന്ത് ചെയ്യേണ്ടി വന്നാലും. ബോധം തിരിച്ചു കിട്ടിയാൽ അമ്മയാണേ. ഇനി കടലിനോട് കളിക്കില്ല എന്ന് ഞാൻ എന്നോട് തന്നെ 100 വട്ടം സത്യം ചെയ്തു. അടുത്ത സ്റ്റോറി ഞാൻ ഭൂമിയുള്ള ഭാഗത്ത് തന്നെ കണ്ടെത്തി. പാതിരാത്രിക്ക് നഗരമധ്യത്തിൽ ചെത്തുപിള്ളേരുടെ ബൈക്കിലുള്ള മരണപ്പാച്ചിൽ.
ഹെൽമെറ്റ് അവിടെ. സർ, ഞാനൊരു സിറ്റിസൺ ജേർണലിസ്റ്റ്. എന്താന്ന് കേരള ജീപ്പിൽ. അങ്ങനെയാണ് ഞാൻ നാട് വിട്ട് കാട് കയറാൻ തീരുമാനിച്ചത്. എന്തെങ്കിലും ആനിമൽ സ്റ്റോറി. വംശനാശമുള്ള ജന്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കാട് കണ്ടുപിടിക്കുക എന്നത് മഹാബുദ്ധിമുട്ടാണെന്ന് അപ്പോഴാണ് പിടികിട്ടിയത്. പക്ഷെ പിന്തിരിയാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഘോര വന്യമൃഗങ്ങൾ വേഴാമ്പലുകളെ പോലെ എന്നെ കാത്തിരിക്കുന്നതായി ഒരു തോന്നൽ. പല പല കഷ്ടപ്പാടുകൾ സഹിച്ച് ഒടുവിൽ ഞാൻ അവരുടെ അടുത്തെത്തി. പക്ഷിമൃഗാദികളെ ശാസ്ത്രീയമായി പരിപാലിക്കുന്ന ഒരു പരിസ്ഥിതി ക്ഷേത്രമാണ് മൃഗശാല. കൊടുങ്കാടുകളിൽ തലചായ്ക്കാൻ ഒരിടമോ സമയാസമയങ്ങളിൽ പോഷകാഹാരമോ കിട്ടാതെ ഗതികെട്ട് വലയുന്ന ഹിംസജന്തുക്കളെ കെണിവെച്ച് പിടിച്ച് ഇവിടെ മനോഹരങ്ങളായ കൂടങ്ങളെ ശാസ്ത്രീയമായി പരിപാലിക്കും. എവിടെ ജന്തുജാലങ്ങൾ കഷ്ടപ്പെടുന്നുവോ അവിടെ ഞങ്ങൾ മാലാഖമാരെ പോലെ. അടുത്തിടെ ഞങ്ങൾ സർക്കസ് കൂടാരങ്ങളിൽ തമ്പടിച്ചിരുന്ന വന്യമൃഗങ്ങളെ രക്ഷപ്പെടുത്തി ഇവിടെ പോകുന്നു. ആ സന്തോഷം സഹിക്കവയ്യാതെ അവറ്റകളിൽ മിക്കതും ഉടനടി സ്വർഗം പോകുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള സത്കർമ്മങ്ങൾ ഈ സരസ്വതി ക്ഷേത്രം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വലിയ അഭിമാനം തോന്നി. അത് കുറച്ച് കൂടിപ്പോയതാണ് പാരയായത്. കുട്ടിയാനകളായിരുന്നു. ഭാഗ്യം. അവർ ചുമ്മാ തട്ടിക്കളിച്ചതേ ഉള്ളൂ. അവരുടെ അമ്മയോ അച്ഛനോ മറ്റോ ആയിരുന്നെങ്കിൽ. തങ്ങളുടെ കർമ്മ മേഖലകളിൽ സിറ്റിസൺ ജേർണലിസ്റ്റുകൾ നേരിടുന്ന കടുത്ത വെല്ലുവിളിയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ദുരന്തം. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും അടിയന്തര ശ്രദ്ധയ്ക്കായി അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സഹജീവിയുടെ കടന കണ്ടുപോലും സ്റ്റോറിയാക്കുന്നതും സിറ്റിസൺ ജേർണലിസ്റ്റുകൾ അഭിനന്ദിച്ചിരിക്കുന്നു. സർക്കാർ സ്റ്റോറി കിട്ടാതെ അലയുന്ന നിർഭാഗ്യരായ സിറ്റിസൺ ജേർണലിസ്റ്റുകളെ വേട്ടയാടുന്ന വിധത്തിൽ സിറ്റിസൺ ജേർണലിസ്റ്റുകൾ അർപ്പണിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും അടിയന്തര ശ്രദ്ധ